വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നന്നായിട്ട് 3 പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 എഗ്ഗും 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/3 കപ്പ് വാം മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോറും മിൽക്കും ഇടവിട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പ്രലൈൻ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കാരമൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പം ബട്ടറും നന്നായിട്ട് ഈ കാരമലിൽ മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഓൾറെഡി ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഓൾറെഡി 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഐസിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ക്രീം ഇട്ട ശേഷം നല്ലപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രലൈനും അതുപോലെ തന്നെ കാരമൽ സോസുമാണ്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള കാരമൽ ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കും പ്രലൈനും കാരമൽ സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് പീസ് കേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഫൈനൽ കോട്ട് കൊടുക്കാനുള്ള ക്രീമിലേക്ക് ഞാൻ പർപ്പിൾ കളർ ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു കളറ് ചെറിയ വ്യത്യാസമായിട്ടാണ് എനിക്കിതിൽ കാണുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയുള്ള ചെറിയൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ടാണ് പേരെഴുതുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷയുടെ വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്